ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. മാഷാല്ലാ അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ടല്ലേ. അപ്പോൾ ചിന്ന ചിന്ന കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നങ്ങോട്ട് എഡിറ്റ് ചെയ്തിട്ട് അതങ്ങോട്ട് അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ലൈക്ക് അടിച്ചേക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നലെ രാവിലെ മുതലെടുത്ത് പെട്ടെന്ന് ജോലി എനിക്ക് ഒതുക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വാപ്പാടെ കൂടെ ഹോസ്പിറ്റലിൽ പോകണം. കണ്ണിന് ഇച്ചിരി പ്രശ്നമുണ്ട് കേട്ടോ. ഷുഗറൊക്കെ ബാധിച്ചിട്ട് ഒരു കണ്ണിന് പൂർണ്ണമായിട്ട് കാഴ്ചയില്ല. അപ്പോൾ ഒരു കണ്ണിൻ്റെ കാഴ്ചയാണ് പുള്ളിക്കുള്ളത്. അപ്പോഴത്തേക്കും കണ്ണിൽ നരമ്പിന് ചെറിയൊരു പൊട്ടലുണ്ടായിട്ട് ബ്ലീഡിങ് ആയിട്ടുണ്ട്. കണ്ണിനകത്ത് ബ്ലഡ് ഇറങ്ങും. അപ്പോഴത്തേക്കും മനസ്സിലാവും, അപ്പൊക്കെ അത് മനസ്സിലാവും. ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, ആദ്യമൊക്കെ മരുന്ന് ഒഴിക്കും. 2 ആഴ്ചത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ പറയും. പിന്നെ ആ ബ്ലീഡിങ് കണ്ണൊക്കെ ഒന്ന് ക്ലിയർ ആയതിന് ശേഷം ലേസർ അടിക്കും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫുള്ള് ലേസറിലാണ് കണ്ണിരിക്കുന്നത്, ഒരു കണ്ണ് കേട്ടോ. അപ്പോൾ അത് വീണ്ടും ഇങ്ങനെ ചെറുതായിട്ട് ബ്ലീഡായിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ അസീസിയയിൽ പോയിട്ടുണ്ട്. അസീസിയയിലാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ അസീസിയയിൽ പോയിട്ടുണ്ട്. അങ്ങനെ രാവിലെ ദോശ ഉണ്ടാക്കാനുള്ള പരിപാടിയിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇവിടെ ദോശയാണ്. രാവിലെ ഇവിടെ ദോശയെന്ന് പറയുമ്പോൾ എനിക്ക് നോമ്പാണേ. വീട്ടിലുള്ളവർക്ക്, ബാക്കിയുള്ളവർക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് കഴുകി ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് കുറച്ച് കായവും കൂടി ഇട്ടിട്ട് ഞാൻ കുക്കറിലോട്ട് ആക്കി ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാം അടുപ്പിൽ തന്നെ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പോകുന്ന കാര്യം നടക്കത്തില്ല. 11 മണിയൊക്കെ ആകുമ്പോൾ പോകണം. അപ്പോഴത്തേക്കും പാത്തുവിന് എക്സാമും കൂടിയാണ്. അപ്പം പാത്തുവിന് ഉച്ചയ്ക്ക് 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് ഞാൻ സ്ഥിരം വിളിച്ചുകൊണ്ട് വരുന്നത്. അപ്പം ഇതിന് ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്കും കൊച്ചിനെ കൊണ്ടുവരാനും പിന്നെ താമസിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവളുടെ എക്സാം കഴിയുമ്പോഴത്തേക്കും അവിടെ നിന്ന് നേരെ വിളിച്ചിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോകാമല്ലോ. അപ്പോഴത്തേക്കും ടെൻഷനും ഇല്ല. അതാണ് പ്ലാന്. അപ്പോൾ ദോശ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം മാവ് എടുത്ത് വെച്ചപ്പോഴത്തേക്കും അവൾക്കും ആ മാവൊന്ന് ഇളക്കാനൊരു കൊതി. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് അങ്ങനെ കൊഞ്ചി പറയുക കേട്ടോ, അങ്ങനെ ഞാനും കൂടി ഒന്ന് ഇളക്കിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അത് ഇളക്കിക്കൊണ്ട് നിന്നത്. അപ്പോൾ എല്ലാവരുടെയും റമദാനൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? സുഖമല്ലേ? എന്താ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടോ? നല്ല ക്ഷീണമുണ്ടല്ലേ? ഇപ്പോഴത്തെ കാലാവസ്ഥ അങ്ങനെയാണല്ലോ. അപ്പോൾ എനിക്ക് തലേന്ന് ഒരു ബജ്ജിമുളക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പച്ചക്കറി മേടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് അതിലൊരു ബജ്ജിമുളക്, പഴുത്ത ബജ്ജിമുളക് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പാകാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ഉണക്കിയിട്ട് നമുക്ക് കുറച്ച് 2 ദിവസം ചാമ്പലിലൊക്കെ ഇട്ട് വെച്ചിട്ട് നമുക്കത് പാകി എടുക്കാം കേട്ടോ. മുമ്പ് ഇവിടെ പാകി അങ്ങനെ കിളിപ്പിച്ചിട്ടുണ്ട്. ചെറിയ സൈസ് ഉണ്ടല്ലോ, ബജ്ജിയുടെ ചെറിയ സൈസ്, അതുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ കുഴപ്പമൊന്നുമില്ലാണ്ട് പാകിയൊക്കെ നന്നായിട്ട് ഉഷാറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് മുളക്, നമുക്ക് കണ്ടമാനം മുളക് അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ഒന്ന് പാകി നോക്കാം. ഇപ്പോൾ നിറച്ച് ഉറുമ്പാണ് കേട്ടോ. അപ്പോൾ നമ്മളെവിടെ പയറും ചീരയും എന്ത് വിത്തിട്ടിരുന്നാലും ഇതുങ്ങൾ കൊണ്ടുപോയി തിന്നോളും. ആ ഒരു പേടിയുണ്ട്. എന്നാലും നമ്മൾ സെപ്പറേറ്റ് എന്തെങ്കിലും ഒരു കവറിലോ വേസ്റ്റ് പാത്രങ്ങളിലോ എന്തെങ്കിലും ആക്കിയിട്ട് നമുക്കൊന്ന് പാകി നോക്കാം അത്. അപ്പോൾ ഞാൻ സാമ്പാറിന് കഷ്ണങ്ങളൊക്കെ അവിടെ വെന്തപ്പോഴത്തേക്കുവേ ഞാൻ കുറച്ച് വറുത്തൊഴിക്കാമെന്ന് വിചാരിച്ചു. സാമ്പാർ ഇങ്ങനെ വറുത്തെടുക്കത്തില്ലേ, ഒരുപാട് തേങ്ങയൊന്നും ഞാൻ എടുക്കത്തില്ല വറുത്തൊഴിക്കാൻ വേണ്ടിയിട്ട്. ലേശം ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ എടുക്കാറുണ്ട്. അങ്ങനെ കുറച്ച് തേങ്ങയൊക്കെ ഇവിടെ തിരുമ്മി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കറിവേപ്പില എടുക്കാൻ വന്നതാണ്. 2-3 മഴ പെയ്തപ്പോഴത്തേക്കും നമ്മുടെ കറിവേപ്പും അതുപോലെ നമ്മളിവിടെ ഈ പച്ചക്കറിയൊക്കെ അരിഞ്ഞത് ഈ കറിവേപ്പിൻ്റെ മൂട്ടിലാട്ടോ കൊണ്ടിടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മേടിച്ചിട്ടുള്ള ചീരയുടെ വിത്തൊക്കെ വീണിട്ട് കുറച്ചധികം ചീര നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നല്ല ചീരയാണ്, കുപ്പച്ചീരയല്ല കേട്ടോ, നല്ല ചീരയുടെ വിത്താണ്. പച്ചച്ചീര ഉണ്ടല്ലോ, അത് വാപ്പ ഇടയ്ക്ക് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് പൂത്തതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വീണിട്ട് കിളിർത്ത് വന്ന് നല്ല ഷാറായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. ഇത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ. അപ്പോൾ അതുപോലെ എന്തൊക്കെയോ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. ചെറിയ നമുക്ക് കിട്ടിയ വഴുതനങ്ങ തൈയൊക്കെ നമ്മൾ നട്ടിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ലാണ്ട് ആളുകൾ നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കുമ്പളങ്ങയാണെന്ന് തോന്നുന്നു കേട്ടോ. തൊട്ടടുത്ത് വേറെ കുമ്പളങ്ങയൊക്കെ പിടിച്ച് കിടപ്പുണ്ട്. കുമ്പളങ്ങ പിടിച്ച് കിടക്കുമല്ല, കുമ്പളങ്ങയൊക്കെ കണ്ടില്ലേ, തൈയൊക്കെ ആയി നിൽപ്പുണ്ട്. കുമ്പളങ്ങയാണെന്നാണ് അതിൻ്റെ ഇല കണ്ടിട്ട് തോന്നുന്നത്. അപ്പോൾ കുറച്ച് കറിവേപ്പില എടുക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ തൈ ഒരുപാട് നിൽപ്പുണ്ടേ. കുറച്ച് തൈ നമ്മൾ പിരിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഈ തൈയിലുണ്ടല്ലോ, ഈ മേൽഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ കിളുന്തായിട്ട് നിൽക്കുന്ന ആ തളിരില ഉണ്ടല്ലോ, അതിൻ്റെ ഒരു 2-3 ഇല താപ്പോട്ട് വെച്ചിട്ടൊന്ന് നുള്ളി കൊടുത്തു കഴിഞ്ഞാൽ
എന്താ കറിവേപ്പില ഒന്നുകൂടി ഒന്ന് തഴച്ച് ചെറുതായിട്ട് വേണ്ട ഈ കമരം, അതായത് ചെറിയ ചില്ലകളൊക്കെ വീശി അങ്ങനെ ഉണ്ടാവും കേട്ടോ. നല്ല ഉഷാറായിട്ട് അങ്ങനെ വരാനായിട്ട് സഹായിക്കും. ഈ മണ്ട ഒന്ന് നുള്ളി കൊടുത്താൽ മതി. അപ്പോൾ എന്താ അങ്ങനെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഒക്കെ എടുത്തിട്ട് അങ്ങ് കയറി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ വറുത്ത് എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ളൊരു രീതി കാണിക്കാവേ. ആദ്യം എനിക്കൊരു അബദ്ധം പറ്റി. എന്നും അബദ്ധമാണല്ലോ. പിന്നെ ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ട് ആദ്യം നമ്മൾ കുറച്ച് ലേശം വെളിച്ചെണ്ണ, ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ആദ്യം മൂപ്പിച്ചെടുക്കേണ്ടത് കുറച്ച് ഉഴുന്ന് പരിപ്പും സാമ്പാർ പരിപ്പ്, അതായത് തോരൻ പരിപ്പുണ്ടല്ലോ, തോരൻ പരിപ്പും കൂടെയാണ്. തോരൻ പരിപ്പ് ഇവിടെ ഇല്ല. അപ്പോൾ വാപ്പാട്ടെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് വാപ്പ ആ സമയം കടയിൽ പോയിട്ടുണ്ടായിരുന്നു. പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ വാപ്പ വന്നപ്പോൾ 9 മണിയൊക്കെ ആയി. പിന്നെ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ഞാൻ അതിൽ എന്താ ഉഴുന്ന പരിപ്പ് മാത്രം ഒന്ന് ചൂടാക്കിയെടുത്ത് അതും ചെറുതായിട്ടൊന്നൊരു ഗോൾഡൻ കളറൊക്കെ ആവുന്ന സമയത്ത് തേങ്ങ ഇട്ട് കൊടുക്കുക. അതിലേക്ക് 2-3 അല്ലി കൊച്ചുള്ളിയും 1 അല്ലി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പില, ഒരു 2 കറിവേപ്പിലയും പച്ച ഉലുവയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരുപാടങ്ങ് കറുത്തൊന്നും പോകണ്ടേ, ചെറുതായിട്ടൊരു ചുവന്ന കളറൊക്കെ വരുമല്ലോ, നല്ലൊരു സ്മെല്ലൊക്കെ വരും. അപ്പോഴത്തേക്കും അതിലേക്ക് നമ്മളിടുന്ന മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോഴത്തേക്കും നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. ആ ഉഴുന്നൊക്കെ ഒന്ന് മൂത്തതിൻ്റെ, ആ ഉലുവയൊക്കെ ഒന്ന് മൂത്ത് വന്നതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് വരും. ആ സമയത്ത് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് അരച്ച് സാമ്പാറിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ സാമ്പാർ അവിടെ റെഡി. പിന്നെ കുറച്ച് വറുത്തൊഴിച്ചാൽ മാത്രം മതി കേട്ടോ. അങ്ങനെ രാവിലെ അവർക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നിന്നപ്പോഴത്തേക്കും മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മീൻ ചൂരയായിരുന്നു. ഞാൻ വിചാരിച്ചു മീൻ കറി വെക്കണ്ട, സാമ്പാർ ഇരിക്കുമല്ലേ, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അവർ അഡ്ജസ്റ്റ് ചെയ്തോളൂ. അപ്പം കുറച്ച് പച്ചപ്പയർ ഇരിപ്പുണ്ട്, നമ്മുടെ അച്ചിങ്ങപ്പയർ. അത്ര വലിപ്പമുള്ള പയറൊന്നുമല്ല കേട്ടോ, മീറ്റർ പയറൊന്നുമല്ല, മറ്റേ സാധാ പയർ, കച്ചിപ്പയർ എന്നൊക്കെ പറയത്തില്ലേ, കച്ചിപ്പയർ. അങ്ങനെ അത് ഒന്ന് ഇച്ചിരി കഴുകി മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഇട്ടിട്ടും കാര്യമൊന്നുമില്ല, അമ്മ വരാനുള്ളതൊക്കെ വന്നിരിക്കും. എന്നാലും നമ്മുടെ ഒരു സമാധാനത്തിന് കുറച്ച് നേരം മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് വൃത്തിയാക്കി എടുത്ത് കഴുകി അതൊന്ന് അരിഞ്ഞ് ഒന്ന് മെഴുക്ക് വരട്ടിയാക്കി വെക്കാം. പിന്നെ കുറച്ച് മീൻ എന്തോ ചെയ്തെന്നറിയാമോ, ഞാൻ കറി വെച്ചില്ല. മീൻ 2-3 കഷ്ണം വറുക്കാൻ എടുത്ത് വെച്ചു. കറി വൈകിട്ട് വന്നതിന് ശേഷം അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു, സാമ്പാറൊക്കെ ഇരിക്കുമല്ലേ. അതുകൊണ്ട് തന്നെ മീനും വറുക്കാനായിട്ടിട്ട് അച്ചിങ്ങപ്പയർ മെഴുക്കുരട്ടിയും കൂടെയൊക്കെ ആക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ രാവിലത്തെ ആ ഒരു പണി കഴിഞ്ഞ് കിട്ടും കേട്ടോ. എന്നിട്ട് വേണം ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട്. ഉമ്മച്ചിയാണെങ്കിൽ പൊയ്ക്കൊണ്ടിരുന്നത്. ഉമ്മച്ചിക്ക് ചെറിയൊരു തലകറക്കമൊക്കെ ഉള്ളതുകൊണ്ട് ഉമ്മച്ചി പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. കാരണം വാപ്പാക്ക് ഹോസ്പിറ്റലിൽ കണ്ണാശുപത്രിയിൽ പോയി മരുന്നൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒട്ടും കാണത്തില്ല, കുറേ സമയത്തേക്ക് ഒന്നും കാണത്തില്ല കേട്ടോ. അതുപോലെയാണ് പറയുന്നത്. ഗ്ലാസ്സിലൊക്കെ വെള്ളം വീണ് കഴിഞ്ഞാൽ എങ്ങനെയാണ്, അതുപോലെ കണ്ണ് കാണുന്നത് ഒരു മറ പോലെയാണ് കേട്ടോ, ഒരു മങ്ങൽ പോലെയാണ്. അപ്പോഴത്തേക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മളെന്തായാലും ഒരാളുടെ ഹെൽപ്പും കൂടെ ഉണ്ടെങ്കിലേ നടക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഉമ്മാക്കും കൂടെ തലകറക്കവും കൂടെ ആകുമ്പോൾ ഉമ്മയെ വിട്ടിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ അച്ചിങ്ങപ്പയറിൻ്റെ മെഴുക്കുരട്ടിയൊക്കെ അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ലേശം മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കും കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിച്ച മുളകുണ്ടല്ലോ, നമ്മുടെ ചില്ലി ഫ്ലെക്സ്, അപ്പോൾ അത് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ വരുന്നതാണ്. ഞാൻ പിന്നെ അതില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്തെന്നറിയോ, ഇച്ചിരി മുളക് പൊടിയും കൂടെ ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി അതും കൂടെ അങ്ങ് മാറ്റി വെച്ചേ. അത് കഴിഞ്ഞ് റെഡിയായി കൊച്ചിനെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് നേരെ മീയണ്ണൂരിലേക്ക് പോയി കേട്ടോ. പോയി അപ്പം അന്ന് വാപ്പയെ കാണിക്കുന്ന ഡോക്ടറുടെ OP ഒന്നും അല്ലായിരുന്നേ. അപ്പോൾ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കും ഈ കാര്യം കൂടെ പറഞ്ഞപ്പോഴത്തേക്കും അർജൻറ്റാണ്, അതൊരു അത്യാവശ്യ കാര്യമാണ് കേട്ടോ. കണ്ണിൽ ബ്ലഡ് ഇറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എത്തണം, കണ്ണിൽ മരുന്നൊഴിച്ച് തെളിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വന്നു, കാഴ്ചയൊക്കെ പരിശോധിച്ചു. ആ സമയത്ത് ഇച്ചിരി താമസം വന്നപ്പോഴത്തേക്കും ആളിന് വിശക്കാൻ തുടങ്ങി കേട്ടോ പാത്തൂന്. അങ്ങനെ ഞാൻ ക്യാൻറ്റീനിൽ പോയിട്ട് ഒരു ജ്യൂസും വാങ്ങിച്ചു കൊടുത്തു, 2 കട്ട്ലറ്റും വാങ്ങിച്ചൊക്കെ കൊടുത്ത് ആളിനെ ഒന്ന് ഉഷാറാക്കി ഇരുത്തി. അങ്ങനെ വാപ്പയുടെ പരിശോധനയൊക്കെ കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു കേട്ടോ, ലേസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ലേസർ അടിച്ചിരിക്കുന്നതുകൊണ്ട് ഇനി ലേസർ അടിക്കാൻ ഇടമില്ല. അതുകൊണ്ട് എന്തോ ഇതെന്നറിയാവോ, 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും പുതിയ നരമ്പുകൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലേസർ അടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഡോക്ടറെയും കണ്ടിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. 12 മണിക്ക് വരാനാണ് പറഞ്ഞു കേട്ടോ. 12 മണിയാകുമ്പോൾ 1 മണി 1:30 ആയപ്പോഴാണ് ഡോക്ടർ വന്നത്. അങ്ങനെ ഡോക്ടറെയും കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നേരെ തിരിച്ച് ഇനി വീട്ടിലേക്ക് പോവാണ് കേട്ടോ. 2-2:30 മണിയൊക്കെ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചപ്പോഴത്തേക്ക് നല്ല വെയിലായിരുന്നു കേട്ടോ. ഇന്നലത്തെ ചൂടെന്ന് പറയുന്നത് തീ പോലുള്ള വെയിലായിരുന്നു. മഴ പെയ്യുമെന്ന് വിചാരിച്ചു, ആ ഒരു ചൂട് അങ്ങനത്തെ ചൂടായിരുന്നു കേട്ടോ. അപ്പം മഴ പെയ്യുമെന്ന് വിചാരിച്ചെങ്കിലും എവിടെ, മഴയൊന്നും പെയ്തില്ല. വൈകുന്നേരമൊക്കെ ആയപ്പം ചെറിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അടുത്തെവിടെയോ മഴ പെയ്തെന്ന് തോന്നി കേട്ടോ.
അങ്ങനെ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ഇന്നലത്തെ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ദയവായി ഇന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കിയേക്കണം കേട്ടോ. നമ്മുടെ ഈ കുഞ്ഞു ചാനൽ മുന്നോട്ട് പോട്ടെ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ ഒന്നും നടക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യാനൊക്കെ ഒരുപാട് പേർക്ക് മടിയാണ്. ഒരു 1000 പേര് കാണുന്നുണ്ടെങ്കിൽ അതിലൊരു 50 പേര് പോലും ലൈക്ക് അടിക്കത്തില്ല. അപ്പോൾ ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കിയേക്കണം. ഇൻഷാ അല്ലാഹ് നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ടാറ്റാ, ബൈ.